ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാറ്റഗറി 3യുടെ അഡോളസൻറ്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന പാർട്ട് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലെറ്റ് സ്റ്റാർട്ട്. കാറ്റഗറി 3 പാർട്ട് 1 അഡോളസൻറ്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. 40 ക്വസ്റ്റ്യൻസാണ് പാർട്ട് 3യിൽ ചോദിക്കുന്നത്. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇന്ന് 40 ക്വസ്റ്റ്യൻസാണ്, 14 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാനും പോകുന്നത്. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എബിലിറ്റി ഗ്രൂപ്പിംഗ് ഈസ് ടെക്നിക്കലി ഡിസൈൻഡ് ഫോർ എന്താണ് എന്ന് നോക്കാം. ഓപ്ഷൻ ശ്രദ്ധിക്കാം. മെൻ്റലി ചാലഞ്ച്ഡ്, ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ്, സോഷ്യൽ ഡിസഡ്വാൻറ്റേജ്, കൾച്ചറലി ഡിപ്രൈവ്ഡ്. സോ നമുക്ക് ആദ്യം അവോയ്ഡ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോഷ്യലി ഡിസഡ്വാൻറ്റേജഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മ്യൂണിറ്റലി ബാക്ക്വേർഡ് ആണ് അതിനർത്ഥം വരുന്നത്. അപ്പോൾ എന്തായാലും അതല്ല, ഓപ്ഷൻ സി ആവാൻ ചാൻസ് ഇല്ല. ആൻഡ് ഓപ്ഷൻ ഡിയിൽ നോക്കുകയാണെങ്കിൽ കൾച്ചറലി ഡിപ്രൈവ്ഡ് എന്ന് വെച്ചാൽ ഫെയിലിയർ ഇൻ ദ അക്കാഡമിക് സിറ്റുവേഷൻ. ഒരു അക്കാഡമിക് സിറ്റുവേഷനിൽ ഫെയിലിയർ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൾച്ചറലി ഡിപ്രൈവ്ഡ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സിയും ഡിയും ആവാത്ത സ്ഥിതിക്ക് നമുക്ക് നോക്കാനുള്ള ഏതാണ്? എയും ബിയും ആണ്. ഓപ്ഷൻ എ എന്താണ്? മെൻ്റലി ചാലഞ്ച്ഡ്. മെൻ്റലി ചാലഞ്ച്ഡ് എന്തുവാണ് നമ്മൾ നോക്കേണ്ടത്? ലോ ഇൻ്റലിജൻസ്. മെൻ്റലി ചാലഞ്ച്ഡ് എന്ന് പറയുമ്പോൾ ലോ ഇൻ്റലിജൻസ് ആണ്. പക്ഷേ പലവരും ചിന്തിക്കുന്ന മെൻ്റലി ചാലഞ്ച്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ഇൻ്റലിജൻസ് ആണ്. പക്ഷേ അതല്ല ആൻസർ. മെൻ്റലി ചാലഞ്ച്ഡ് എന്ന് പറയുമ്പോൾ ലോ ഇൻ്റലിജൻസ് ആണ്. അത് ശ്രദ്ധിക്കുക എപ്പോഴും. ദെൻ ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? ഹയർ ദാൻ ആവറേജ്. എബിലിറ്റിയിൽ നമുക്ക് എന്താ പറയുക? എബിലിറ്റി എന്ന് പറയുമ്പോൾ അവരെന്താണ്? ഹയർ, ആവറേജിനേക്കാളും കൂടുതലായിരിക്കും അവരെ ഹയർ ലെവൽ എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വലി എബിലിറ്റി സിഗ്നിഫിക്കൻറ്റ് ഈസ് ഹയർ ദാൻ ആവറേജ് എന്താണ് അതിനെ പറയുന്നത്. അപ്പോൾ സോ എബിലിറ്റി ഗ്രൂപ്പിംഗ് ഈസ് ടെക്നിക്കലി ഡിസൈൻഡ് ഫോർ ആരെ കൊണ്ടേ അത് സാധിക്കത്തുള്ളൂ? ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനായിരിക്കും അത് സാധിക്കുന്നത്. സോ ബിക്കോസ് ദെയർ എബിലിറ്റി സിഗ്നിഫിക്കൻറ്റ് ഈസ് ഹയർ ദാൻ ആവറേജ്. ആവറേജിനേക്കാളും അവരുടെ സിഗ്നിഫിക്കൻസ് എബിലിറ്റിയും ഹയർ ദാൻ ആയിരിക്കും. സോ ഫസ്റ്റത്തെ ആൻസർ എബിലിറ്റി ഗ്രൂപ്പിംഗ് ഈസ് ടെക്നിക്കലി ഡിസൈൻഡ് ഫോർ. ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ കറക്റ്റ് ആൻഡ് സ്യൂറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ മെഗാ കോഗ്നിറ്റീഷൻ. വാട്ട് ഈസ് എ മെഗാ കോഗ്നിറ്റീഷൻ? മെഗാ കോഗ്നിറ്റീഷൻ നമ്മൾ ആൻസർ മനസ്സിലാക്കണം. എന്താണ്? നമ്മുടെ ഓൺ തിങ്കിങ്, നമ്മൾ നമ്മളെപ്പറ്റി സ്വന്തമായിട്ട് ചിന്തിച്ച് നമുക്കത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഇത് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ജോബിനായാലും സ്റ്റഡീസിനായാലും ഇന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് കുറച്ചും കൂടി സക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മളെപ്പറ്റി നമ്മുടെ കാര്യങ്ങൾ മാത്രം തിങ്ക് ചെയ്ത് നമ്മുടേതായ കാര്യങ്ങൾ മാത്രം നമ്മൾ ലേൺ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? മെഗാ കോഗ്നിഷൻ. സോ ഓപ്ഷനിലോട്ട് പോവാം. എന്താണെന്ന് വെച്ചാലും അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? തിങ്കിങ് അബൌട്ട് ഹൗ അതേഴ്സ് തിങ്ക്. നമ്മൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ തിങ്ക് ചെയ്യുന്നതാണോ? അതോ ഓപ്ഷൻ ബി തിങ്കിങ് അബൌട്ട് ഹൗ അതേഴ്സ് തിങ്ക് അബൌട്ട് മീ, അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി എന്താണ്? തിങ്കിങ് അബൌട്ട് ഹൗ അതേഴ്സ് ഫീൽ. മറ്റുള്ളൊരാൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നത്. ഓപ്ഷൻ ഡി എന്താണ്? തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ്. മെഗാ കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നമ്മുടെ പറ്റി മാത്രം ചിന്തിക്കുന്നത് തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ്. നമ്മളെ പറ്റി തന്നെയാണ് സ്വയം ചിന്തിക്കുന്നത്. നമ്മുടെ ശരി തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചകൾ, നമുക്ക് എങ്ങനെ മുന്നേറാം, ആ രീതിയിൽ നമ്മുടെ സ്വയം ചിന്തകൾ ഒരു സെൽഫിഷായിട്ട് ചിന്തിക്കുന്നതിന് തന്നെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് മെഗാ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അക്കോർഡിംഗ് ടു ഫ്രൂയിഡ് വ്യൂ, ഒഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് അൾട്രാ കോംപ്ലക്സ് അറൈസ് ഡ്യൂറിങ്. സിഗ്മണ്ട് ഫ്രൂയിഡിൻ്റെതാണ്. സിഗ്മണ്ട് ഫ്രൂയിഡിൻ്റെ തിയറി സൈക്കോളജിക്കൽ പ്രകാരം ഒഡിപ്പസ് കോംപ്ലക്സും അൾട്രാ കോംപ്ലക്സും ഏത് സ്റ്റേജിലാണ് വരുന്നത്? സോ വാട്ട് ഈസ് ഒഡിപ്പസ് കോംപ്ലക്സ്? ഒഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ സൺ ലവ് മദർ. ഓക്കെ. ആ ഒരു കാലഘട്ടം മോന് അമ്മയോട് കൂടുതലായിട്ട് സ്നേഹം തോന്നുക. അൾട്രാ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ലവ് ഫാദർ. മോൾക്ക് നീ ഇല്ലെങ്കിൽ നീ അമ്മയുടെ മോനാണ്, നീ അച്ഛൻ്റെ മോളാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എപ്പോഴാണ് എന്ന് സിഗ്മണ്ട് ഫ്രൂയിഡിൻ്റെ സൈക്കോളജി പ്രകാരം പറയുന്നത് എന്നാണ്. സോ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ അനൽ സ്റ്റേജ്, ബി ഓറൽ സ്റ്റേജ്, സി പാനിക് സ്റ്റേജ് ഓപ്ഷൻ ഡി ലാക്റ്റൻസി സ്റ്റേജ്. ഓപ്ഷൻ എ അനൽ സ്റ്റേജ് നമ്മൾ പറഞ്ഞു. അനൽ സ്റ്റേജ് എപ്പോഴാണ് വരുന്നത്? 1 to 3 years ആണ്. ആൻഡ് വാട്ട് ഈസ് എ ഓറൽ സ്റ്റേജ്? ബർത്ത് ടു 18 months. ജനനം മുതൽ 18 മാസം വരെയാണ്.
സോ അനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1 to 3 ആണ്. സോ 1 to 3ക്ക് അവർക്ക് സംസാരങ്ങളും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് മാത്രമേ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് മൈ ഫാദർ, ഇറ്റ്സ് മൈ മദർ എന്നൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്യാനും ഓരോ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങുന്ന ടൈമാണത്. ഓറൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബർത്ത് ടു 18 months. ഓറൽ സ്റ്റേജ് നമുക്കറിയാം കുട്ടികളുടെ എന്താ പറയുക ബർത്ത് ഏജാണ്. അപ്പോൾ ബർത്ത് ടു 18 months എന്ന് പറയുമ്പോൾ അവർ എന്താ പറയുക തറയിൽ കിടക്കുന്ന ഓരോ സാധനങ്ങൾ ചെയ്യാനും ഇന്ന രീതിയിൽ ബാബാ ബീബി എന്നൊക്കെ പറയാൻ തുടങ്ങുന്ന ഒരു ചെറിയൊരു കാലഘട്ടമായിരിക്കും. എന്നാൽ പാനിക് സ്റ്റേജ് എന്ന് പറയുന്നത് 3 to 6 years. ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുമ്പോൾ 6 years plus ആണ്. സോ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഈ ഒരു കാലഘട്ടത്താണോ ഓപ്ഷൻ ഡി ആണോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അല്ല, 6+ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി 6 years സ്റ്റാർട്ട് ചെയ്തു. അവർ പിയേഴ്സ് ഗ്രൂപ്പുമായിട്ടായിരിക്കും കൂടുതലും ആ ഒരു ടൈമിൽ അവർ കമ്മ്യൂണിക്കേഷൻ ആയാലും ഏത് രീതിയിൽ ആ ഒരു സ്റ്റേജ് അവർ കളിക്കാനായാലും ആ ഒരു സ്റ്റേജിലായിരിക്കും അവർ നോക്കുന്നത്. എന്നാൽ ഓപ്ഷൻ സിയിൽ നോക്കുകയാണെങ്കിൽ 3 to 6 yearsലാണെങ്കിൽ അവർ കൂടുതലും പാരൻസായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. സോ ആ ഒരു കാലഘട്ടമാണ് അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ നിയമപ്രകാരം ഒഡിപ്പസ് കോംപ്ലക്സും എൽട്ര കോംപ്ലക്സും റൈസ് ആയിട്ട് വളർന്നു വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ സി പാലക് സ്റ്റേജ് ആണ്. ഓക്കെ, ബിക്കോസ് 3 to 6 years ആണ് ആ ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയാം. മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ സൈക്കോളജിസ്റ്റ് ഹൂ ബിലോങ്സ് ടു ഗസ്റ്റാൾഡ് സ്കൂൾ. ഗസ്റ്റാൾഡ് സ്കൂൾ ഇതിൽ ആരാണ് സൈക്കോളജിസ്റ്റാണ് ഹൂ ബിലോങ്സ് ടു ഗസ്റ്റാൾഡ് സ്കൂൾ? ഓപ്ഷൻ എ കാൾ റോൾഡസ്, ഓപ്ഷൻ ബി ക്യൂറ്റ് കിനിൽ, ഓപ്ഷൻ സി കാൾ ജങ്ക്, ഓപ്ഷൻ ഡി ജോർഡൻ ആൽബർട്ട്. ഓപ്ഷൻ ഡി ജോർഡൻ ആൽബർട്ട്. ഓപ്ഷൻ ബി ആണ് ക്യൂറ്റ് കിനലാണ് സൈക്കോളജി സ്കൂളിൻ്റെ എന്താ പറയുക സെലക്ട് ചെയ്ത് സൈക്കോളജി ഹൂ ബിലോങ്സ് ടു ഗസ്റ്റാൾഡ് സ്കൂളിൻ്റെ സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഏജ് ഗ്രൂപ്പ് ഈസ് ഡിഫൈൻഡ് കവേർഡ് അണ്ടർ ദ ജുവൈൽ ഡിഫൻസി? ഓപ്ഷൻ എ അണ്ടർ 15, ഓപ്ഷൻ ബി അണ്ടർ 16, ഓപ്ഷൻ സി അണ്ടർ 17, ഓപ്ഷൻ ഡി അണ്ടർ 18. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അണ്ടർ 18 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ സ്യൂട്ടബിൾ നെയിം ഓഫ് ദിസ് കർവ്. ഇവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അതിലെന്താണ്? എമൗണ്ട് ഓഫ് ലേൺഡ്, പ്രാക്ടീസ് ആൻഡ് ടൈം. ഇത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ എന്താണ്? കോൺവെക്സ് കർവ്, ഓപ്ഷൻ ഡി കോൺകേവ് കർവ്, ഓപ്ഷൻ സി പോസിറ്റീവ്ലി അൽസ്റ്റിമേറ്റഡ് കർവ് ആൻഡ് ഓപ്ഷൻ സി പാക്ടിയോ. സ്വയം നില എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് രണ്ടും അല്ല, ഓപ്ഷൻ സിയും ഡിയും അല്ല. ഇത് ഈ പിക്ചർ നോക്കിയിട്ട് എന്താണ്, ഏത് തരം കർവാണ്? കോൺഫ്ലക്സ് കർവാണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് എക്സ്പാൻഷൻ ഫോം RCI Act passed by the Indian Parliament. Option A Rehabilitation Commission of India, option B Rehabilitation Center for Individual, option C Rehabilitation Council for Individual, option D Rehabilitation Council of India. RCIയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗൈഡൻസ് ഇസ് എ പ്രോസസ് ഫോർ ഓപ്ഷൻ എ ഗിവിംഗ് അഡ്വൈസ് ടു ദ ചൈൽഡ്, teaching ethics to the child, option C providing information to the child, option C assisting the child in making wise choice. കറക്റ്റ് ചോയ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ടീച്ചർ നൽകുന്ന ഗൈഡൻസ് ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അസിസ്റ്റിംഗ് ദ ചൈൽഡ് ഇൻ മേക്കിംഗ് വൈസ് ചോയ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സ്റ്റേജ് മോഡൽസ് ഓഫ് മെമ്മറി ഇൻഫോർമേഷൻ മൂവ്സ് ടു sensor to short term to long term memory, sensor to long term to working memory, option C short term to long term to explicit memory, option D sensor to edit to iconic memory. സോ നമ്മുടെ ഒരു എന്താ പറയുക സ്റ്റേജ് ഓഫ് മോഡൽസ് ഓഫ് മെമ്മറിയാണ്. നമുക്കൊരു ഇൻഫോർമേഷൻ മൂവ് ചെയ്ത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്താൽ വെക്കാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ സെൻസറി ടു ഷോർട്ട് ടേം ടു ലോങ് ടേം ആണോ, അതോ ലോങ് ടേം ടു വർക്കിംഗ് മെമ്മറി ആണോ, അതോ ലോങ് ടേം ടു എക്സ്പ്ലിറ്റ് മെമ്മറി ആണോ, അത് എഡിറ്റ് ടു ഐക്കോണിക് മെമ്മറി ആണോ എന്നാണ് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ എ ആണ്. ഷോർട്ട് ടേം, ചെറുതിൽ നിന്ന് നമുക്ക് വലുതിലേക്കായിട്ടായിരിക്കും നമ്മുടെ മെമ്മറി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഓപ്ഷൻ എ സെൻസർ ടു ഷോർട്ട് ടേം ടു ലോങ് ടേം മെമ്മറിയാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈമറി ഫോക്കസ് ഓഫ് NCF. NCFിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കാണ്.
എന്തിനാണ് മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത്? ചൈൽഡ് സെൻട്രിക് ലേണിംഗ് ടു ലേണിംഗ് വിത്തൗട്ട് ബർഡൻ, ചൈൽഡ് സെൻട്രിക് ലേണിംഗ് ആൻഡ് ലേണിംഗ് ത്രൂ പ്ലേ, ചൈൽഡ് സെൻട്രിക് ലേണിംഗ് ആൻഡ് ലേണിംഗ് വിത്ത് കൊളാബറേഷൻ. ഓപ്ഷൻ ഡി ചൈൽഡ് സെൻട്രിക് ലേണിംഗ് ആൻഡ് ലേണിംഗ് വിത്ത് ഗോൾ ഓറിയൻറ്റേഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിക്കുന്നത്. NCF എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഫുൾ ഫോം? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നാണ്. സോ അത് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചൈൽഡ് സെൻട്രിക് ലേണിംഗ് ആൻഡ് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ, അതിന് വേണ്ടിയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ സീരീസ് ഓഫ് ആക്ഷൻ ഓർ എ തോട്ട്ഫുൾ പ്രോസസ് യൂസ്ഡ് ഇൻ എ മീറ്റിംഗ് എ സ്ട്രെസ്ഫുൾ ഓർ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ഈസ് നോൺ ഹാസ്. ഒരു വളരെ സീരിയസ് ആയിട്ടൊരു ആക്ഷൻ നടക്കുകയാണ്, അതിനെപ്പറ്റി ഒരുപാട് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ആ ഒരു വ്യക്തി അതിന് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺപ്ലസൻറ്റ് സിറ്റുവേഷനാണ്. ഇത് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഓപ്ഷൻ എ കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ ബി ഫ്രസ്ട്രേഷൻ, ഓപ്ഷൻ സി ചോപ്പിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഡിലേ. എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ? കോൺഫ്ലിക്റ്റ് അതിന് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡിസഗ്രിമെൻറ്റ് ചെയ്യുകയാണ്. ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിരാശപ്പെടുക. ആൻഡ് ചോപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നേരിടുകയാണ്. ആ ഒരു മീറ്റിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ നേരിടുകയാണ് അദ്ദേഹം. ഓക്കെ, ആൻഡ് ഡിലേ എന്ന് പറയുമ്പോൾ നിഷേധിക്കുക എന്നതാണ്. പക്ഷേ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ബിക്കോസ് ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അതിനെ നേരിടുകയാണ്. ബിക്കോസ് അയാൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അയാൾ അത് നേരിടുകയാണ്. ബിക്കോസ് ആ ഒരു സിറ്റുവേഷൻ അയാൾക്ക് സ്ട്രെസ്ഫുള്ളാണ്, അൺപ്ലസൻറ്റുമാണ്. എന്നാൽ അതിന് അദ്ദേഹം ഡിസഗ്രി ചെയ്യുന്നില്ല, നിരാശപ്പെടുന്നതുമില്ല, നിഷേധിക്കപ്പെടുന്നതുമില്ല. പകരം എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഹീസ് എ ചോപ്പിംഗ്, അയാൾ നേരിടുകയാണ് ആ ഒരു സിറ്റുവേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 15ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A type of conflict in which the goal of an individual has both positive valence of a appropriate equal intensity is known as. Option A approach to approach conflict, option D approach to avoidance conflict, option C avoidance to avoidance conflict, and option D none of this. ഇതൊന്നും തന്നെയല്ല. സോ ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, അപ്രോച്ച് ടു അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ മേജർ എയിം ഓഫ് CCE ഈസ്. CCE എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഓപ്ഷൻ എ നോളേജ് ഓഫ് ദ ചൈൽഡ്, ഒരിക്കലും അല്ല. ഓപ്ഷൻ ബി സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ. ഓപ്ഷൻ സി മേപ്പിംഗ് ചേഞ്ചസ് ഇൻ ചൈൽഡ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ ഡി എൻഷുറിംഗ് ദ എംബാസിസ് ഇൻ തോട്ട് പ്രോസസ് ആൻഡ് എംബസിസ് ഇൻ എ മെമ്മറൈസേഷൻ. ഇതിൽ ഓപ്ഷൻ ഫസ്റ്റ് എന്താണ്? CCEയുടെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞു? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അപ്പോൾ സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷനാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ADHD can be properly diagnosed by using. What is ADHD? Attention Deficit Hyperactive Disorder. So diagnosed used by using option A interview method, option D sociometric behavior rating scale, option D experimental method. So ഓപ്ഷൻ സി ബിഹേവിയർ റേറ്റിംഗ് സ്കെയിലാണ്. ബിക്കോസ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് എ ബിഹേവിയർ. അത് ആ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചൈൽഡിൻ്റെ എന്തും ആവട്ടെ, ആ ഒരു ചൈൽഡിൻ്റെ ബിഹേവിയറിൻ്റെ റേറ്റിംഗ് സ്കെയിൽ ഇളക്കാൻ വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 15-year-old ജോഷി മെൻ്റൽ ഏജ് ഈസ് 18 ആൻഡ് വാട്ട് ഈസ് ഹിസ് IQ? നമ്മൾ IQ ലെവൽ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുന്നത്? CA/MA. CA/ എന്താണ്? MA പറയുമ്പോൾ ക്രൊണോളജിക്കൽ ഏജ് ബൈ മെൻ്റൽ ഏജ്, അദ്ദേഹത്തിൻ്റെ വയസ്സും മെൻ്റൽ ഏജ് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് എൻ്റെ ആൻസർ കിട്ടുന്നത്. സോ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് കിട്ടുന്നത്? 120 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, Ashwin is high performer in gymnastics according to Gardner's theory of multiple intelligence. Which intelligence help him to perform? Existential, bodily, kinesthetic, spiritual, intrapersonal. He is performer than the higher than in the gymnastic. So the answer is obviously bodily kinesthetic. And the next question. Success of in-exclusive education depends on. Success of in-exclusive education depends on option A community support, option B arrangement of classroom, option C arrangement of learning material, option D attitude
and approach of teachers. Success in any exclusive education depends on option D, attitude and approach of teachers. And next question, which is not correct in principle of development? Which is not correct in principle of development? Option D, development is formed from top to bottom. Option D, development is formed from bottom to top. Option C, development is formed from near to far. Option D, development is spiral or non-linear. ഓപ്ഷൻ ഡി ആണ് ഇതിൽ വരുന്നത്. ഓപ്ഷൻ ഡി, ഡെവലപ്മെൻറ്റ് ഈസ് ഫ്രം ബോട്ടം ടു ടോപ്പ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലക്ഷ്മി ഫെയിൽസ് ടു ഗെറ്റ് അഡ്മിഷൻ ഫോർ MBBS ബട്ട് സെക്യൂർ അഡ്മിഷൻ ഫോർ ഡി ഫോം. After that, she purposefully justice and argue about the advantage of D-Form course. This is an example for. ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിക്ക് എന്താണ്, MBBSന് അഡ്മിഷൻ കിട്ടിയില്ല, പക്ഷേ എന്തിന് കിട്ടിയ കുട്ടിക്ക് D-Formന് അഡ്മിഷൻ കിട്ടി. സോ ആ കുട്ടി എന്തിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങി? D-Form കോഴ്സിനെ പറ്റിയുള്ള കുറേ അഡ്വാൻറ്റേജസ് അത് ആ കുട്ടി പറയാൻ വേണ്ടി തുടങ്ങി. സോ വാട്ട് ഈസ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോർ വാട്ട്? ഓപ്ഷൻ എ പ്രൊജക്ഷൻ, ഓപ്ഷൻ ബി സബ്മിഷൻസ്, ഓപ്ഷൻ സി കോമ്പൻസേഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി റാഷണലൈസേഷൻ. സോ എന്താണ് ആ കുട്ടി കാണിച്ചത്? വിവേചനമാണ്. സോ ഓപ്ഷൻ ഡി റാഷണലൈസേഷൻ. സോ പാർട്ട് 1 ഫസ്റ്റത്തെ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 നെക്സ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.